എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Knight of Pentacles, Three of Swords, Queen of Cups, Page of Pentacles, Page of Swords, Seven of Pentacles. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് പേജ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ യുവത്വം അല്ലെങ്കിൽ ആ ഒരു യൂത്ത് ഏജിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ശ്രദ്ധിക്കുക. എടുത്തുചാട്ടവും പെട്ടെന്ന്, അതായത് മറ്റുള്ളവരുടെ പിയർ പ്രഷർ, സൗഹൃദത്തിൻ്റെ, സുഹൃത്തുക്കളുടെ സമ്മർദ്ദം മൂലമൊക്കെ ചില കാര്യങ്ങളിലൊക്കെ, അതായത് സാഹസികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിത് കേൾക്കുന്നതെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഈ ഒരു മാസത്തെങ്കിലും ഒഴിച്ചു നിർത്തുക. പ്രത്യേകിച്ച് യാത്രകളൊക്കെ പോകുന്നുണ്ട് എങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ഈ ഒരു മാസം അത് ഒഴിവാക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് നല്ലത് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ പല സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രം. കാരണം ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഭയങ്കര റെസ്റ്റ്ലെസ് എനർജി ആയിരിക്കും. അതിപ്പോൾ പ്രായമായിട്ടുള്ളവരാണെങ്കിൽ, ഇപ്പോൾ യൂത്ത് ആയിട്ടുള്ളവരല്ലാതെയും ജനറലി നിങ്ങൾക്ക് ഭയങ്കര റെസ്റ്റ്ലെസ് എനർജി ഉള്ളൊരു സമയമായിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ എനർജി അങ്ങനെ ആയിരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് കുറച്ചുകൂടി അധികം റിസ്ക് ഇല്ലാത്ത, അധികം സാഹസികമായിട്ടുള്ളതല്ലാതെ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ഗെയിംസ് എന്തെങ്കിലും, സ്പോർട്സ് അതുപോലുള്ള കാര്യങ്ങളോ, ഇപ്പോൾ ക്രിക്കറ്റോ ബാഡ്മിൻ്റൺ മറ്റെന്തെങ്കിലും തരത്തിൽ ഉള്ള ആക്ടിവിറ്റീസ്, നൃത്തം ചെയ്യുന്നവരാണെങ്കിൽ അതോ, അല്ലെങ്കിൽ നൃത്തം ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളുടെ എനർജി, ഭയങ്കരമായിട്ടുള്ള എനർജി പുറത്തേക്ക് പോകണം. ഇത് റിലീസ് ആവണമെങ്കിൽ ഫിസിക്കൽ എനർജിയാണ്. അതുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ സമയമാണ് ഈ ഒരു സമയം. ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും എല്ലാ കാര്യത്തിനോടും. പുതിയത് എന്തും അറിയാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള സമയമായതുകൊണ്ട് ഇനി പഠിക്കാനുള്ള കാര്യമാണെങ്കിൽ പുതിയ കോഴ്സിന് ചേരാനോ പഠിക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പറ്റിയൊരു സമയമാണ് ഇപ്പോൾ എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സമയം കൂടിയിട്ടാണിത്. എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനും ചോദിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പോൾ കരിയർ ആ ഒരു ഇതിൽ നിൽക്കുന്നവരാണെങ്കിൽ ബിസിനസ്സോ ജോലിയോ എന്തുമായിക്കോട്ടെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ വെൽത്ത് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ സാമ്പത്തികം നേടാൻ വേണ്ടിയിട്ടുള്ള ഫോക്കസ് നിങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾ ഒത്തിരി ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നൊരു സമയമാണ്. അപ്പോൾ ഭയങ്കര അമിതമായിട്ടുള്ള പണം എന്നുള്ളൊരു കാര്യത്തിൽ കൂടുതൽ പണം എന്നുള്ളൊരു ചിന്തയിലേക്ക് മാത്രം പോകാതെ ശ്രദ്ധിക്കുക. സാമ്പത്തികം മുന്നോട്ടേക്ക് പോകുന്നതോ അല്ലെങ്കിൽ സാമ്പത്തികം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതോ ഒക്കെ നല്ല കാര്യമാണ്. പക്ഷേ ധനം എന്നുള്ളൊരു ചിന്ത മാത്രമായിട്ട് അതിലേക്ക് ചുരുങ്ങി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ഈ ഒരു സമയം നല്ലൊരു സമയമാണ്. ധനം കൂടുതലും നിങ്ങളിപ്പോൾ പൊതുവെയുള്ള മാസത്തേക്കാൾ കൂടുതൽ ധനം സമ്പാദിക്കാൻ പറ്റുന്നൊരു സമയമായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അത് ബിസിനസ്സിലായാലും ജോലിയിലായാലും, പ്രത്യേകിച്ച് ഇൻസെൻറ്റീവ്സോ മറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന തരത്തിൽ സെയിൽസിൽ, കസ്റ്റമർ സർവീസിലൊക്കെ നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ടിപ്സൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ജോലിയാണെങ്കിലും ഒക്കെ പ്രത്യേകിച്ച് സാധ്യതകൾ കൂടുതലാണ്. ധനം കൂടുതൽ സമ്പാദിക്കാൻ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ സംഭാഷണ ചാതുര്യം വളരെ കൂടുതലുമായിരിക്കും. അപ്പോൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതേപോലെ 3 of Swords ആൻഡ് പേജ് ഓഫ്
പെൻറ്റിക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രണയം നൈരാശ്യമാണ് കാണിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ മറ്റുള്ളവരൊന്നും സമ്മതിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യവശാൽ നിങ്ങളുടെ പ്രണയബന്ധം വേർപെട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം മുന്നോട്ടേക്ക് നിങ്ങൾ ആ ഒരു പ്രണയത്തിൽ നിന്ന് മാറി മറ്റൊരു വിവാഹം കഴിക്കുന്ന സിറ്റുവേഷനാണ് ഫ്യൂച്ചറിലേക്ക് ആകാം. അങ്ങനെ എന്തായാലും ഇപ്പോൾ ഒരു പ്രണയ നൈരാശ്യത്തിൻ്റെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ പ്രണയം ആകെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിങ്ങളുടെ കൂടുതൽ കോൺസെൻട്രേഷൻ കരിയറിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഔദ്യോഗിക കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ജനറലി ഔദ്യോഗിക കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും ആയിരിക്കും നിങ്ങളുടെ ഊന്നൽ കൂടുതലായിട്ട് ഈ ഒരു മാസത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫാമിലി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഫാമിലിയെ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം കൂടുതലായിട്ട് ജോലിയും മറ്റു കാര്യങ്ങളും മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഫാമിലിയുമായിട്ട് ഉള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് സമയം ചെലവഴിക്കുന്നു, അവരുടെ കൂടെ ഇരിക്കുന്നു, കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഫാമിലിയും കൂടെ ചേർന്നിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. മാനിഫെസ്റ്റേഷനാണ് ഈ ഒരു സമയം. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. നല്ല ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്, പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, നല്ല നല്ല കണക്ഷൻസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എനർജിയാണ്. അതേപോലെ 3 of Swords and 7 of Pentacles എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ചില വ്യക്തികൾ നിങ്ങൾ പരിചയപ്പെടുന്നു. ആ വ്യക്തികൾ വഴി നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യലി മുന്നേറാൻ പറ്റുന്ന അവസരം, പുതിയ ജോലി ലഭിക്കുന്നതായിരിക്കാം. നിങ്ങൾ എവിടെയോ കണ്ടുമുട്ടുന്നു, നിങ്ങൾ യാത്രകളിലൂടെ കണ്ടുമുട്ടുന്ന വ്യക്തികളാകാം. അപ്പോൾ യാത്രയിലൂടെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ അവരുമായിട്ടുള്ള സംസാരവും പിന്നീട് അതൊരു നല്ലൊരു നെറ്റ്വർക്കിംഗ്, പല പല ആളുകളെ അങ്ങനെ അതുവഴി കണ്ടുമുട്ടുകയും അത് നിങ്ങളുടെ ജോലിയെ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനെ നല്ല രീതിയിൽ സഹായകരമായിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിലുണ്ടാകുന്ന മാറ്റവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ഒരു ഗോൾ എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം അതെന്താണോ അതിലേക്ക് അടുക്കാനുള്ള സാഹചര്യം നല്ല രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവാണ് ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട്. ഷെയർ ട്രേഡിങ്, അതേപോലെ മറ്റു തരത്തിലുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതിപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ FDO അല്ലെങ്കിൽ അല്ലാതെ ഷെയർ, മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റു തലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ പ്രോപ്പർട്ടിയിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ആവാം സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ ക്യൂൻ ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് പൊതുവിൽ ഒരു സന്തോഷകരമായിട്ടുള്ള അന്തരീക്ഷമാണെങ്കിലും വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ മക്കളെ കുറിച്ചിട്ട് ചെറിയ ചെറിയ മക്കളുടെ മുന്നോട്ടേക്കുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ ചെറിയ ചെറിയ ചിന്തകൾ മനസ്സിൽ വരുന്നുണ്ട്. അവരുടെ പഠനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പഠനം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഒരു ജോലിയൊന്നും ആയിട്ടില്ല അതുപോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വിവാഹപ്രായം എത്തി നിൽക്കുന്നവരെ സംബന്ധിച്ച് ആ ഒരു ചിന്തയാവാം. മക്കളെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടുള്ള ഒരു ചെറിയ മക്കളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ടെൻഷൻ ഒഴിച്ചാൽ പൊതുവെ കുടുംബ അന്തരീക്ഷം പൊതുവെ നല്ലൊരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് സൂചിപ്പിക്കുന്നത്. പ്രായമായിട്ടുള്ള റിട്ടയർമെൻറ്റ് ഫേസിൽ നിൽക്കുന്നവരോ റിട്ടയർ ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണയിൽ കവിഞ്ഞ് ആക്റ്റീവായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ച് സന്തോഷമുള്ള സമയമാണ്. വെറുതെ ഇരിക്കുകയോ മടുപ്പോ ഒന്നും കാണിക്കുന്നില്ല. ആരെങ്കിലും ഒക്കെ ആയിട്ട് എപ്പോഴും സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ഉണ്ടാവും. ഒത്തിരി നാളുകൾക്ക് ശേഷം ചില പഴയ സുഹൃത്തുക്കളെ തമ്മിൽ കണ്ടുമുട്ടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല സൗഹൃദങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ആ സുഹൃത്തുക്കളെ വീണ്ടും കണ്ടുമുട്ടുന്നതിൻ്റെ ഒരു തൃപ്തിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. ഫാമിലിയിൽ പൊതുവേ ഒരു നല്ലൊരു അന്തരീക്ഷമാണ്. കൊച്ചു ചില സാഹചര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൊരു ടെൻഷനും സ്ട്രെസ്സും ഉണ്ടെങ്കിൽ കൂടിയും പൊതുവിൽ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഫാമിലിയിൽ സൂചിപ്പിക്കുന്നത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസം ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടാകുന്ന സമയമാണ്.
പല കാര്യങ്ങളും പുതിയതായിട്ട് തുടങ്ങാനും പറ്റുന്ന സമയമാണ്. പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്തെങ്കിലും എക്സസൈസോ ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കും, എന്തുമായിക്കൊള്ളട്ടെ, അതിനുള്ളൊരു അവസരവും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.